ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. വേണ്ട കേട്ടോ, നീ തന്നെ അത് പറയണ്ട, അവരല്ലേ. എന്നാ ഇരുന്നോട്ടെ. ഇപ്പൊ ഞാൻ വേണ്ട വന്നിട്ടൊരു പ്രശ്നം വേണ്ട. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താ? മുരിങ്ങ ഇലക്കറി. മുരിങ്ങ ഇലക്കറി. അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് നാളികേരം, ഇതില് ഒരു പച്ചമുളകും നാളികേരം, മഞ്ഞളും വെളുത്തുള്ളി, ഒരു ചെറിയുള്ളിയും കൂട്ടി അരച്ചതാണ്. ജീരകം, നാളികേരം, ഒരു പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, 2 അതിന് വെളുത്തുള്ളി, ഇത്രയും കൂട്ടി അരച്ചത്. പിന്നെ കുറച്ച് സബോള, പിന്നെ പച്ചമുളക് 2 അങ്ങനെ കീറിയത്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ഉപ്പ്, എണ്ണ. ഓക്കെ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒഴിച്ചു, അത്യാവശ്യം ചൂടായില്ലേ? ഓക്കെ. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് നിൽക്കരുത്. ഞാൻ പൊതുവേ ദൂരം പോകാൻ പഠിച്ചു. എന്നിട്ട് പറയൂ എന്റെ മേലെ കടുക് തെറിച്ചു, മുളക് തെറിച്ചു എന്നൊക്കെ പറയുന്നു. നോ മമ്മി, അങ്ങനെയൊന്നും പറഞ്ഞു. എപ്പോഴോ ഒരു ദിവസം അത് ഇത്തിരി ഉറക്കിടുമ്പോൾ തെറിച്ചെന്നാ പറഞ്ഞുള്ളൂ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് വെളുത്തുള്ളി പിന്നെ ഒരു ഉണക്കമുളക് ഒരെണ്ണം മതിയോ? അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വറവിടുമ്പോൾ ഉള്ളതല്ലേ. ഇനി വെളുത്തുള്ളി ഞാൻ ചുവക്കനൊന്നും ആവണ്ട. അപ്പോൾ തന്നെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇടേണ്ടതാണ്. ഞാൻ സബോള ഇട്ടത് മാത്രം. ചെറിയുള്ളി ഇറങ്ങി ഒന്നുകൂടി നന്നാവും. അപ്പോൾ ചെറിയുള്ളി ഇട്ടാൽ ഒന്നുകൂടി നന്നാവുക? അല്ല, ചെറിയുള്ളിക്കല്ലേ നാടൻ കറികൾക്കൊക്കെ ഒരു ടേസ്റ്റ്. അങ്ങനെ. അപ്പോൾ എന്താ പിന്നെ അമ്മ ഈ സബോള ഇട്ട്? ഞാനത് എളുപ്പത്തിന് ചെറുള്ളി ഇങ്ങനെ ഇരുന്ന് മെല്ലെ ചെറുത് ഇങ്ങനെ ഇട്ട് നന്നാക്കി. ഭയങ്കര ചൂട്, പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ പൊതുവേ നല്ല ചൂടാണ്. പണിയെടുത്ത് വെക്കാന്നുള്ളൊരു സത്യമായിട്ടും അല്ലേ? നല്ല ചൂടാണ്. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടു. ആ കറിവേപ്പിലയുടെ മണലിന് നമുക്കൊരു സുഖമില്ല. അതൊന്നും നിർബന്ധമാണ്. മൂത്ത് ഇങ്ങനെ കിഴക്ക് അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും. പിന്നെ ഈ 2 പച്ചമുളക്. അപ്പൊ അരക്കുന്നതിന് നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പൊ 2 പച്ചമുളക് ധാരാളാവും അല്ലേ? അപ്പൊ അതിലുള്ള ഒരു മുരിങ്ങയിലല്ലേ, അങ്ങനെ കുറച്ചല്ലേ ആവുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കൈകൊണ്ട് ഇട്ടു. അങ്ങനെയാണ് അത് കൈ കൊണ്ട് ഇടുക തന്നെയല്ലോ നല്ലത്. അധികം വേവൊന്നുമില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. മുരിങ്ങയുടെ കുഞ്ഞല്ലോ, അപ്പോൾ ഉപ്പ് അത്ര അധികം വേണ്ട. ഇതിനും ഉപ്പ് കൂടുതൽ വേണ്ടേ? മുരിങ്ങയുടെ കുറയില്ലേ വാടിയുടെ ചുങ്ങുമല്ലോ, അത് കാരണം കൊണ്ട് അല്ലേ? ഓക്കെ. ഇത് പെട്ടെന്നാവുന്ന കറിയല്ലേ? അല്ല, പണ്ടൊരു കാലത്ത് ഞാൻ കാര്യം ചോദിക്കട്ടെ അമ്മ. ഞാൻ അതായിരുന്നു ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്താ പറയുക, ഈ പണ്ട് ഞങ്ങളൊക്കെ ഈ വെക്കേഷനിലൊക്കെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന കാലത്ത് ഇപ്പം തന്നെ നമുക്ക് ഈ അരച്ച് ഇതിൽ വെച്ച് കൊടുക്കാം. എന്തായാലും മുരിങ്ങയിലൊക്കെ അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്നാവുന്നതുകൊണ്ട് നമുക്കിത് വേഗം വേവില്ല. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇത് അരപ്പ് വെള്ളമാണ്. ഇതും കൂടി അതിന് വെച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി തള കയറിയാൽ മതി. അത്രേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ബെസ്റ്റ്. അപ്പോൾ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ അമ്മ. പണ്ട് ഈ മുരിങ്ങയില എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഞാൻ ക്യാച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ മുരിങ്ങയില പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ചെറിയൊരു ചമ്മലായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് എല്ലാവരുടെ വീട്ടിലും, അവനവൻ്റെ വീട്ടിലല്ല, അടുത്ത പറമ്പിലൊക്കെ വന്നിട്ട് ഒരു മുരിങ്ങയില പൊട്ടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് അവരുടെ വീട്ടിൽ വെക്കാൻ വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, മുരിങ്ങയിലെ പൊട്ടിച്ചിട്ട് മറച്ച് പിടിച്ചു കൊണ്ടുപോകും. ശരിയാണോ? ഇങ്ങനെ എങ്ങനെ അറിയോ? അച്ഛൻ ഒരു വശം പറഞ്ഞിട്ട് ആ മുരിങ്ങയില പൊട്ടിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കരുത്, അവരത് പൊട്ടിച്ചിട്ട് പോട്ടെ. അപ്പോൾ എന്താ അത്? അപ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ, ഈ മുരിങ്ങയിലൊന്നും അവിടെ ഇല്ലല്ലോ.
അത് ശരിയാ. ഉണ്ട്, പക്ഷെ നമ്മുടെ ഇതിനെ പറ്റിയൊന്നും കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഇതെന്താ സംഭവം പറയുമ്പോൾ അന്നവർ പറഞ്ഞു വീട്ടിലൊന്നും വെക്കാനില്ലാത്തതുകൊണ്ട്. ആ കാലഘട്ടം അങ്ങനെയാണല്ലോ. അപ്പോൾ കുട്ടി അത് വീട്ടിലൊന്നും വെക്കാനുണ്ടാവില്ല, അത് കാരണം കൊണ്ട് അവരത് കൊണ്ടുപോകണം പറയും. അങ്ങനെ ഒരു കാലം ശരിയാണോ അത്? അപ്പോൾ വീട്ടിലൊന്നും വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ എന്നിട്ട് ഓരോരോ ഇതൊക്കെ കാന്താരി മുളക് കുറേ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു 4 മുളക് പൊട്ടിക്കുക അല്ലേ അറിയോ? പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ശരി. അപ്പൊ പിന്നെ ഞാൻ ഒരുങ്ങി പൊട്ടിക്കാം. അവരതിനു വേണ്ടിയായിരിക്കും വന്നിട്ടുണ്ടാവും പാവം. പറയുമ്പോ അങ്ങനെ പറയും കാന്താരി മുളക് കണ്ടപ്പോഴേ എന്നാ പിന്നെ 2 മുരിങ്ങയും കൂടി ആവട്ടെ. പക്ഷെ ഒരു കാലഘട്ടം ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് അതല്ലമ്മ. അന്നത് പൊട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവും ഒന്നുമില്ല, അതുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ്, അല്ലെങ്കിൽ പൊട്ടിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് അത് ഒരു മറയോട് പിടിച്ചിട്ട് അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരെ കാണാൻ പാടില്ല വന്നിട്ട് അത് രുചിയോടെ വെച്ച് കൊടുക്കും. പക്ഷെ അന്ന് ഈ മുരിങ്ങയിലേക്കുള്ള രുചി ഒരു രുചി തന്നെയാണ് അല്ലേ? എനിക്കിഷ്ടമാണ് ചെറുപ്പം മുതൽ അല്ലമ്മ. അപ്പം ഞാനിത് കഴിക്കുമ്പോൾ ആലോചിക്കും ഇതൊക്കെ എത്രയും ഒഴിച്ചു കൊണ്ടുള്ള വല്ല ആവശ്യമുണ്ട്, എന്ത് രുചിയുള്ള സാധനം അത് ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഒന്നും ഇതിൻ്റെ ഒരു പ്രശ്നമില്ല, എല്ലാവരും വെക്കും അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചൊല്ല് അതിന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു ചോദിച്ചു ചോദിക്കട്ടെ അമ്മ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാവുക എന്ന് പറയണത് ഒരു ഭാഗ്യമാണോ? എന്താ അമ്മ കളിയാക്കണത്? എനിക്ക് അങ്ങനെ തോന്നി. അല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാള് അത് ഈ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന പോലെ ഒരു ഭാഗ്യം തന്നെയാണോ? അതേപോലെ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പോ അതിന്റെ ഉപമ പറയൂ, എന്താണ്, എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റിയ ഒരാളായിട്ട് മാറുക? അത് മുരിങ്ങ ഇതിലിരുന്നിട്ട് തന്നെ ഒന്നുകൂടെ തല കയറിയ ദോശ. ഇതിന്റെ നമ്മൾ കുറച്ച് സമയം വ്യത്യാസം വെച്ചിക്കഴിഞ്ഞാലേ ഇതിന്റെ ടേസ്റ്റ് കുറയും. എൻ്റെ അമ്മ എപ്പോഴും പറയും മുരിങ്ങ വെക്കുമ്പോൾ അങ്ങോട്ട് ഒരു നോട്ടം പറയില്ല, ശ്രദ്ധിക്കാണ്ടിരിക്കരുത്. അത് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഇല്ല, അതിനൊരു പാകമുണ്ട്. ഇതിങ്ങനെ തള കയറുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുക്കൽ ഫോൺ വന്നത് കൊണ്ട് അത് കട്ടായി. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ. തല കയറിയപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചാൽ കറക്റ്റാവും. എന്താ പറഞ്ഞാൽ എന്നും എൻ്റെ അമ്മ പറയും മുരിങ്ങ വെക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കരുത്. അപ്പം ഇത് ഓഫായി. ഞാൻ പറഞ്ഞ കാര്യം ഇവൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇവൻ പറയണം, എന്നാലും അവന് സമാധാനമുള്ളൂ. കാരണം എന്താ പറയുക, എനിക്ക് ഇതിന് മറുപടി അറിയില്ല എന്നൊക്കെ ആയിരിക്കും. അല്ല, അങ്ങനെയല്ല, അറിയുന്നു പറഞ്ഞിട്ട് തന്നെ ചോദിക്കണം, അറിയില്ല എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ. എന്താ അറിയോ, ഞാൻ ചോദിച്ചത് വീണ്ടും ഒന്നുകൂടി ചോദിക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു വ്യക്തി ഉണ്ടാവുക എന്നുള്ള ജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും വിശ്വസിക്കുക എന്നുള്ളത്, ഇത് രണ്ടും ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് പ്രാമുഖ്യമുണ്ട്. എന്താ പറയുക, അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും നമ്മുടെ കഷ്ടം, സന്തോഷം, നമ്മുടെ ദുഃഖം, സന്തോഷം, പിന്നെ നമ്മളൊരു ചെറിയ തെറ്റ് അറിയാതെ ചെയ്തു പോയി, ആ ഒരു മനസ്സിൽ ഒരു വിങ്ങൽ, ഇതെല്ലാം ഉള്ള സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്തെന്ന് അറിയോ, ഇതൊക്കെ കേൾക്കാൻ എനിക്ക് ഒരാളുണ്ടെങ്കിൽ അവരെനിക്ക് അതിനെ പറ്റി ഒരു മറുപടി, ഒരു സാന്ത്വനമൊക്കെ ആവുമെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് വിചാരിക്കാത്ത ആൾക്കാർ കുറവാണ്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് ഇട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നും. അപ്പം നമ്മൾ അങ്ങനെ ഒരാൾ വേണമെന്ന് ആഗ്രഹം. അത് ഇപ്പം നമ്മുടെ ഭർത്താവാവാം, ഭാര്യയാവാം. ഇതിപ്പോൾ ഞാൻ പെണ്ണിനും സ്ത്രീകളെ മാത്രമായിട്ടല്ല പറയുന്നത്. ഹൃദയം എന്ന് പറയുന്നത് ഈ വക സന്തോഷവും ദുഃഖവും ഇതെല്ലാം ആണുങ്ങൾക്കും ഉണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ 2 കുട്ടിയുടെ കാര്യമാണ് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല അതെല്ലാം ഉള്ളത്, സന്തോഷവും എല്ലാവർക്കും ഈ സാന്ത്വനം ഒരാളിൽ നിന്ന് കിട്ടണം എന്നുള്ളത് 2 പെണ്ണിനും ഉണ്ട്, ആണിനും ഉണ്ട്. അപ്പോൾ അവർ 2 പേർക്കും കൂടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ പലർക്കും ഇതുണ്ടാവും ആഗ്രഹം. നമ്മൾ ആരോടെങ്കിലും പറയണം, അവർ നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഉൾക്കൊണ്ട് നമ്മളെ പോലെ സ്നേഹിക്കും. നമ്മളെ എങ്ങനെയാണ് നമ്മുടെ സ്നേഹിക്കുക, അവനവനാണല്ലോ അവനവനെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണത്. അത് ഭർത്താവാവാം, ഭാര്യയാവാം, സഹോദരനോ സഹോദരിയാവാം, മക്കളാവാം, മരുമകളാവാം, ഇല്ല ഒരു ആത്മീയ മിത്രമാവാം, ഒരു ഫ്രണ്ടാവാം. അങ്ങനെ ആരായാലും വേണ്ടിയില്ല, ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയുമോ, നമ്മുടെ സന്തോഷം, ഒരുപാട് സന്തോഷം വരുമ്പോൾ ആ സന്തോഷത്തെ ഒരാളോട് പങ്കിടുമ്പോൾ ഒന്നുകൂടി അരട്ടിക്കും. അതുപോലെ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മുടെ ദുഃഖം ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയും.
പക്ഷെ ആ ദുഃഖം പറയാൻ നമുക്ക് എല്ലാവരോടും പറയാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ ഒരാൾ വേണം, അത്രയും വിശ്വാസം നമുക്ക് അവരോട് ഉണ്ടാവണം. അവർ നമ്മളെ കേൾക്കാനും തയ്യാറാവണം. നമ്മൾ പറയണത് കേട്ട് നമുക്ക് ഇതൊക്കെ മാറും, അതിനെല്ലാം ഒരു വഴി ഉണ്ടാവും, നീ വിഷമിക്കണ്ട കേട്ടോ, പിന്നെ നിനക്ക് എന്ത് സഹായത്തിനും നിൻ്റെ കൂടെ ഞാനുണ്ട്, നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോ, നിൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയുകയാണെങ്കിൽ ഞാനതിന് പറ്റുന്നതാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാൻ ഒരാൾ. അതുപോലെ നമ്മുടെ സന്തോഷത്തിൽ നിന്റെ ഈ സന്തോഷം കേട്ടിട്ട് എനിക്ക് നിന്നെക്കാളേറെ സന്തോഷമായിട്ടോ ആത്മാർത്ഥമായി പറയാൻ ഇനിയും നീ ഉയരങ്ങളിൽ എത്തട്ടെ, നിനക്ക് ഇനിയും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് പറയാൻ ഒരാൾ. അതുപോലെ നമ്മൾ അറിയാതെ മനുഷ്യ ജീവിതമല്ലേ, അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റുള്ളൂ, ആരെങ്കിലുമൊക്കെ ചെയ്യാതെ ഈ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ അപ്പം നമ്മുടെ മനസ്സിലിരുന്നത് വിങ്ങും. അപ്പോൾ ഇത് ഞാനൊന്ന് പറയട്ടെ, അവരെന്താണ് എന്നോട് പറയുന്നത്, ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റാണോ, എനിക്കിത് വലിയ തെറ്റായിട്ട് തോന്നുന്നു, അങ്ങനെ ഒരു മനസ്സിൽ തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ ഒരാളോട് പറയുക. അത്രയും വിശ്വസ്തരായ ഒരാളോട് കേട്ടോ, എല്ലാവരോടും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ നീ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, പക്ഷെ ഇനി നീ അത് ചെയ്യരുത്, അത് നീ മറന്നേക്ക്, നമ്മളെ കുത്തി നോവിക്കാതെ, നീ അറിയാതെ ചെയ്തു പോയതല്ല, ഇനി അത് ചെയ്യരുത് കേട്ടോ, അതൊരു നല്ല കാര്യമല്ല എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു രീതി. പിന്നെ നമ്മളെ അവർ നേർവഴിക്ക് നയിക്കുക, ഇനി വേണം നീ ഇത് ചെയ്യരുത് എന്നുള്ള നമ്മുടെ വിവരണങ്ങളൊക്കെ തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കാനും കൂടി കഴിവുള്ളവർ. അങ്ങനെയുള്ളൊരു സുഹൃത്തോ ബന്ധുവോ പിന്നെ നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ മക്കളോ മരുമകളോ ആരാണെങ്കിലും നമുക്കത് അമൂല്യമായ ഒരു നിധി പോലെയാണ് ആ മനുഷ്യന്. അതുപോലെ നമ്മൾ മറ്റൊരാൾക്കും അതുപോലെ ആവണം, അനുഭവിച്ച മാത്രം പറയും നമ്മൾക്ക് അങ്ങനെ ഒരാളെ കിട്ടി, അപ്പൊ അതിന് നമ്മൾ വേറൊരാൾക്കും അതുപോലെ ആവണം. എന്താ പറഞ്ഞാൽ ഒരാളുടെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ തെറ്റുകളോ ഒക്കെ കേട്ട് അതിന് നമുക്കൊരു സൊല്യൂഷൻ തന്ന് നമുക്കൊരു സാന്ത്വനമാകാൻ അവർക്ക് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് അതാവാൻ ശ്രമിക്കണം. കാരണം നമ്മളെപ്പോലെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഒരു നല്ല ഹൃദയത്തെക്കുറിച്ച്. നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു രണ്ട് പേരിൽ അടങ്ങുന്നതാണ്, സങ്കടത്തിലും സന്തോഷത്തിലും ഒരുപോലെ നമ്മൾ താങ്ങി നിർത്തുന്ന വ്യക്തികൾ. അതെ, അപ്പോൾ നമ്മുടെ എല്ലാ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനെയുള്ള ഒരാളെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും. അത് ഏത് ബന്ധത്തിലാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു ആത്മമിത്രം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ ഈ ജീവിതത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി അത് ഏത് രൂപത്തിലായിരുന്നു എന്ന് വെച്ചാൽ അത് ബന്ധുവാവാം, മിത്രനാവാം, അല്ലേ, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു വ്യക്തി അങ്ങനെ ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെ ജീവിതത്തിൽ. ഏത് പ്രതിസന്ധിയിലും ഒരു സാന്ത്വനം കിട്ടും. അതെ, ഇന്ന കാര്യം ഇന്ന ആളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അവരിൽ നിന്നൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഏത് മനുഷ്യനും 100 പേരൊന്നും വേണമെന്നില്ല, ഒരാളുണ്ടെങ്കിലും മതി ജീവിതത്തിൽ. അല്ല, ഒന്നിലേറെ കൂടുതൽ ആളുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഞാൻ പറയാം, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും, അല്ലേ? തീർച്ചയായിട്ടും അത്രയും നല്ല മനസ്സുള്ളവർക്ക് അതിന് കഴിയും. അപ്പൊ അത് അനുഭവിക്കുന്നവർ കൂടി അതേപോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ മനസ്സ് കാണിക്കണം, അല്ലേ? അപ്പൊ നീ പറഞ്ഞതിന് മറുപടി കിട്ടിയില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് അതിൽ ഞാൻ പറയാനുള്ളത് ശരിയാണ്. നോക്കൂട്ടോ, ഒരു വിശ്വസ്തരായ വ്യക്തിയായി മാറുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തിത്വം വേണം. വിശ്വസ്തരായ ഒരു വ്യക്തിയായി മാറുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു വ്യക്തിത്വം ഉണ്ടാകണം. വ്യക്തിത്വമുള്ള ഏതൊരു വ്യക്തിയും മനുഷ്യനാണ്. അപ്പോൾ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുള്ള ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരാളിനെ ആരും വിശ്വസിക്കില്ല ലോകത്ത്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു വ്യക്തിത്വമുണ്ട്, മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ട്, മനസ്സിലാവാൻ മനുഷ്യനായിരിക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മളോട് വന്നിട്ട് അവൻ്റെ സന്തോഷവും സങ്കടവും പങ്കിടുന്നത്. അങ്ങനെ ഒരാൾക്ക് നമ്മളോട് പങ്കിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്കൊരാളോട് അത് അങ്ങോട്ട് എന്താ പറയുക പോയി പറയാനും സങ്കടവും സന്തോഷം പറയാനും പറ്റിയ ഒരാൾ നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തിയും ഭാഗ്യവാനാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, ഒരു വ്യക്തിത്വം നിറഞ്ഞൊരു വ്യക്തി എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും എവിടെയെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നത് തന്നെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം, അല്ലേ? പക്ഷേ ഏതെങ്കിലും ഒരാളതുപോലെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അവരെ മനസ്സിലാക്കാണ്ട് പോയിട്ടുണ്ടാവാം. അപ്പൊ അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു സങ്കടമോ സന്തോഷമോ എന്തെങ്കിലും പറഞ്ഞു നോക്കൂ. അപ്പൊ
അപ്പോൾ അവരിൽ നിന്നും വരുന്ന പ്രതികരണം നോക്കൂ. അല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, അങ്ങനത്തെ വ്യക്തികളെ മനസ്സിലാക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം എന്താ പറയുക, നമ്മളെ മനസ്സിലാക്കുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. കാരണം നമ്മുടെ സങ്കടങ്ങൾ അവൻ്റെ ഉള്ളിൽ ഒതുക്കി ഒരാളോടും പറയാതെ നമ്മുടെ മനസ്സാക്ഷി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും അവർ. അവരെ മനസ്സിലാക്കാണ്ട് പോയിട്ടില്ല, ചിലർക്ക് അത് കിട്ടാണ്ട് പോയിട്ടുണ്ടാവും. എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ല, ചിലർക്ക് മനസ്സിലാവില്ല. എന്താ അറിയോ, ഈ എന്താ പറയുക, ഇന്നത്തെ ലോകത്തെ ഒരു സാധ്യല്ലേ, എന്താ പറയുക, ഒരു പോളിഷ് വർത്തമാനങ്ങൾ പറയുക, ഞാനാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ പുറമേക്ക് അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ളവരുടെ ആലയിൽ ചിലർ വീണു പോകും. പക്ഷെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാതെ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമ്മളോട് എന്തെങ്കിലും കടുപ്പിച്ച് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ആൾക്കാർ പൊട്ടയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അവരുടെ ഉള്ളിലൊരു നല്ല ഹൃദയം ഉണ്ടാവും. അത് തിരിച്ചറിയാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ നമ്മളെ വിശ്വസിക്കാൻ അങ്ങനെ വ്യക്തിത്വം നിറഞ്ഞ നല്ല മനസ്സുള്ള മനുഷ്യരെന്ന് വിളിക്കാവുന്ന കുറച്ച് ആൾക്കാരെ കിട്ടട്ടെ, നമ്മളുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? അതെ. അപ്പോൾ ഇന്നത്തെ മുരിങ്ങയിലക്കറി കൂട്ടണോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ പറഞ്ഞാൽ മുരിങ്ങ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇത് പരിപ്പൊന്നും ഇടാണ്ട് നമുക്ക് 2 മുരിങ്ങയില ഉണ്ടെങ്കിൽ നല്ല രുചിയോടെ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് മുരിങ്ങയിലക്കറി, ഓംലെറ്റും പപ്പടമാണ് ഇന്നത്തെ വിഭവം നമ്മുടെ അവിടുത്തെ, സിമ്പിളായിട്ട്. അപ്പോൾ എല്ലാവരും വരണോ മുരിങ്ങയിലക്കറി കൂട്ടാം? എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് മുരിങ്ങ, അല്ലേ? അപ്പോൾ ബായ്.